ഹായ് ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റ് സീരിയൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് നയനയും മാതൃശയൊക്കെ വീട്ടിൽ നിന്ന് പോയതിന് പിന്നെ മുത്തശ്ശൻ വല്ലാത്തൊരു മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുത്തശ്ശന് നല്ല ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ആദർശും കിരണും കല്യാണിയും നയനയും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് തന്നെ നന്ദുവിൻ്റെ സഹായത്തോടെ തന്നെ ഈ നാഗേന്ദ്രനെ അങ്ങ് കൈയോടെ പൊക്കുകയാണ്. AM ജ്വല്ലറിയുടെ MD സ്ഥാനത്തേക്കുന്ന ഡേവിഡിന്റെ പുറകിൽ നാഗേന്ദ്രനാണെന്നുള്ള കാര്യങ്ങളെല്ലാം ഇവർ മനസ്സിലാക്കുന്നുമുണ്ട്. അങ്ങനെ നാഗേന്ദ്രനും അവന്തിയും തമ്മിലുള്ള കൂടിക്കാഴ്ചകളും അങ്ങനെ അവർ തമ്മിൽ ഇപ്പോഴും ഒരു കോണ്ടാക്ട് ഉണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ കണ്ടുപിടിക്കുകയാണ് നമ്മുടെ ആദർശം കിരണും ഒക്കെ കൂടിയിട്ട്. അവസാനം ആദർശം കിരണും നയനയൊക്കെ കൂടി കണ്ടുപിടിക്കുന്നുണ്ട് അനന്തപുരിയിൽ ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അവന്തികയാണെന്നും അതുപോലെ അനന്തപുരിയിൽ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തന്നെ നാഗേന്ദ്രന്റെ ചെവിയിൽ എത്തിച്ചു കൊടുക്കുന്നത് അവന്തികയാണെന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയാണ് നമ്മുടെ ആദർശ്. അവന്തിക തന്നെയാണ് ഇതുപോലൊരു ചാരപ്രവൃത്തി ചെയ്യുന്നതെന്നൊക്കെയുള്ളത് മനസ്സിലാക്കുന്ന മുത്തശ്ശൻ അവന്തികയെ തറവാട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കുകയാണ്. ഇതെല്ലാം കണ്ട് നമ്മുടെ അഭിയും ജലജയൊക്കെ അന്തം വിട്ട് നിൽക്കുകയാണ്. കാരണം അവന്തികയുടെ മനസ്സിലിരിപ്പ് ഇതായിരുന്നുവെന്നും അവളും ശത്രുക്കളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യങ്ങളെല്ലാം ആ നിമിഷമാണ് അവരറിയുന്നതും. അപ്പോൾ ആ ഒരു വിശേഷത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലോടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ആദർശ് രണ്ടും കൽപ്പിച്ച് തന്നെ AM ജ്വല്ലറെ തകർക്കാനുള്ള ശ്രമത്തിലാണ്. ഡേവിഡിന്റെ പിന്നിൽ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ആരും ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ആദർശിന് മനസ്സിലാവുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അനന്തപുരിയിലെ കാരണവരായ മുത്തശ്ശന് ചില ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയും ചെയ്യുന്നുണ്ട്. വിവരങ്ങളെല്ലാം തന്നെ ദേവയാനി ആദർശിനെ നയനെ വിളിച്ച് അറിയിക്കുന്നതോടുകൂടി ഇവർ മുത്തശ്ശനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുന്നുണ്ട്. പക്ഷേ മുത്തശ്ശൻ ആശുപത്രിയിൽ വെച്ച് പോലും ഇവരോടൊരു മയത്തിലൊന്നും സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്തില്ല. ആദർശ് എത്രയും പെട്ടെന്ന് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരാനും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചതിക്കൈകളെയൊക്കെ കണ്ടുപിടിക്കാനും ഒക്കെ വേണ്ടിയിട്ട് തന്നെ മുത്തശ്ശൻ ഉറച്ച നിലപാടിലാണ്. അതുകൊണ്ട് തന്നെ മുത്തശ്ശൻ ജയനോട് പറയുന്നുണ്ട്, ഇനി ഞാൻ മരിച്ചാൽ പോലും എൻ്റെ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ ഇവൻ വന്നേക്കരുതെന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറയുകയാണ് മുത്തശ്ശൻ. പക്ഷേ മുത്തശ്ശൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു പ്രതികരണമൊക്കെ ഉണ്ടാകുന്നതും മുത്തശ്ശൻ ഇതുപോലുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ ആദർശിന് നയനയ്ക്ക് ഒരുപാട് വിഷമാവുകയും ചെയ്യുന്നുണ്ട്. അത് അവർക്ക് നല്ല വിഷമമൊക്കെ ആവുന്നുണ്ടെങ്കിലും നയനോട് ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശൻ്റെ മനസ്സിൽ നല്ല മുത്തശ്ശൻ ഇതൊക്കെ പറയുന്നത്. മുത്തശ്ശൻ്റെ മനസ്സിൽ എന്നോട് സ്നേഹമേ ഉള്ളൂ, അതെനിക്കറിയാം. പക്ഷേ നമ്മുടെ കമ്പനിക്ക് ഇപ്പം ഉണ്ടായ നഷ്ടം, നമ്മുടെ കമ്പനിയെ ചതിക്കാൻ കൂട്ടുനിന്നവർ, അവരെ കണ്ടുപിടിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ എന്നോട് പെരുമാറുന്നുള്ള രീതിയിലൊക്കെ ആദർശ് പറയുന്നുണ്ട്. അപ്പോൾ നയനി പറയുന്നുണ്ട്, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ആദർശേട്ടാ, എന്നാലും മുത്തശ്ശൻ്റെ ഈ ഒരു പെരുമാറ്റത്തിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. ആദർശേട്ടൻ ഇങ്ങനെ വെറുതെ കുറ്റപ്പെടുന്ന കേൾക്കുമ്പം എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ തന്നെ പറയുകയാണ് നമ്മുടെ നയനയും. ആദർശ് പറയുന്നുണ്ട്, നീ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട നയനെ, ഇതിൻ്റെ പിന്നിൽ AM ജ്വല്ലറിയുടെ പിന്നാമ്പുറത്ത് ഏത് കൊമ്പന്മാരാണെങ്കിലും അവരെ ഞാൻ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. ഞാൻ വിജയിച്ച് തിരിച്ചു വരണമെന്ന് തന്നെയാണ് മുത്തശ്ശൻ്റെ മനസ്സിൽ ആഗ്രഹം. പിന്നെ മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് മുത്തശ്ശൻ്റെ വിഷമം കൊണ്ട് പറയുന്നതെന്നൊക്കെ തന്നെ ആദർശ് പറയുകയാണ് നയനയോട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ നന്ദു ആദർശിനെ വിളിക്കുന്നതും. മുത്തശ്ശൻ ഹോസ്പിറ്റലിലായ വിവരങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുത്തശ്ശൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് നന്ദു വിളിക്കുന്നതും. അതുപോലെ മുത്തശ്ശനെ കാണാൻ ചെന്നപ്പോൾ മുത്തശ്ശൻ ഇവരുടെ ഒരു പരുക്കം ഭാവത്തിലാണ് പെരുമാറിയെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആദർശ് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നന്ദു നിന്റെ സഹായം ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. മൂർത്തിസ് ജ്വല്ലറിയുടെ യഥാർത്ഥ ശത്രുക്കളെ കണ്ടുപിടിക്കാനുള്ള പീക്ക് പോയിന്റിലാണ് നമ്മളിപ്പോൾ. ആ പെൺകുട്ടിയുടെ കാര്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ, ആ പെൺകുട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ നന്ദുവിൻ്റെ അടുത്ത്. അപ്പം നന്ദുവും പറയുന്നുണ്ട്, ആദർശേട്ടാ ഞാനും അതിൻ്റെ പിന്നാലെ തന്നെയുണ്ട്. പക്ഷേ മുംബൈ പോലീസിൻ്റെ ഒരു സഹകരണം നമുക്കിവിടെ കിട്ടുന്നില്ല. തന്നെയുമല്ല, ഹോട്ടലിൽ നിന്ന് CCTV ദൃശ്യങ്ങൾ ഇതുവരെ കിട്ടിയിട്ടുമില്ല. മിക്കവാറും AM ജ്വല്ലറിക്കാർ ആ ഹോട്ടൽ മാനേജേഴ്സിനെയൊക്കെ കാശ് കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും അവരാരും നമ്മളുമായിട്ട് സഹകരിക്കാത്തതെന്നൊക്കെ തന്നെ നമ്മുടെ നന്ദു പറയുന്നുണ്ട്. ആദർശേട്ടൻ വിഷമിക്കേണ്ട ആദർശേട്ടാ, ഇതിനെക്കുറിച്ച് എന്ത് വിവരം കിട്ടിയാലും ഞാൻ അപ്പം തന്നെ ആദർശേട്ടനെ അറിയിക്കാം. പക്ഷേ ഇപ്പം ഞാൻ ആദർശേട്ടനോട് വേറൊരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചതെന്നും പറയുന്നുണ്ട് നന്ദു. എന്താ മോളെ, എന്താ കാര്യം എന്നിങ്ങനെ ആദർശ് ചോദിക്കുമ്പോഴേക്കും തന്നെ നന്ദു പറയുന്നുണ്ട്, അത് പിന്നെ ആദർശേട്ടാ, ആ AM ജ്വല്ലറിയുടെ MD ഉണ്ടല്ലോ, ആ ഡേവിഡ്, അയാളെക്കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, അതെന്താ മോളെ, എന്താ കാര്യം എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും, അത് പിന്നെ ഈ ഡേവിഡിൻ്റെ പാസ്റ്റിനെ കുറിച്ച് ഞാൻ കുറേ കാര്യങ്ങൾ അന്വേഷിച്ചു ആദർശേട്ടാ. അയാൾ എങ്ങും പിടി തരാതെ രക്ഷപ്പെട്ടു പോവുകയല്ലായിരുന്നോ. എന്തായാലും അയാളുടെ കോൾ റെക്കോർഡ്സ് പോലും നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ ആദർശേട്ടാ. അതുകൊണ്ട് വേറെ രീതിയിൽ കൂടെ അയാളെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഞാൻ തീരുമാനിച്ചായിരുന്നു. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചതാ എന്നിങ്ങനെ നന്ദു പറയുമ്പോഴേക്കും, എന്താ മോളെ കണ്ടുപിടിച്ചതെന്ന് തന്നെ ആദർശ് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ആദർശേട്ടാ, ഈ പോലീസിലും ഉണ്ടല്ലോ കുറച്ച് സ്പൈ വർക്കുകളൊക്കെ ചെയ്യുന്നവർ. അപ്പോൾ അവർ മുഖാന്തരം തന്നെ നമുക്ക് 2-3 തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറയുക കേട്ടോ നമ്മുടെ നന്ദു. ഡേവിഡിനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ അതുവഴി മനസ്സിലാക്കാൻ പറ്റിയെന്ന് തന്നെ നന്ദു പറയുന്നുണ്ട്. ദുബായിലെ ഒരു ജ്വല്ലറിയിലെ ജോലിക്കാരൻ മാത്രമായിരുന്നു ഈ ഡേവിഡ്. അവിടെ ചില തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഒക്കെ കാണിച്ച് തന്നെ അയാൾ ഈ കാണുന്നതെല്ലാം സ്വന്തമാക്കിയിട്ടുള്ളത്. അല്ലാതെ അയാളെ തനിയെ കെട്ടിപ്പടുത്ത സാമ്രാജ്യമൊന്നും അല്ല ഈ AM ജ്വല്ലറി എന്ന് തന്നെ നന്ദു പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അത് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ മോളെ.
എൻ ജ്വല്ലറിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ. അത് നാളുകൾ കൊണ്ട് കെട്ടിപ്പടുത്തൊന്നും അല്ലല്ലോ. പെട്ടെന്ന് പൊട്ടിമുളച്ചുണ്ടായതുപോലെ അല്ലായിരുന്നു എൻ ജ്വല്ലറിയുടെ ഇങ്ങോട്ടേക്കുള്ള വളർച്ച. അപ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാമല്ലോ ഇതിൽ എന്തോ ഒരു ചതിയും വഞ്ചനയും ഒക്കെ നടന്നിട്ടുണ്ടെന്നുള്ളത്. അല്ല, ഇയാൾ ആരെയാണ് ചതിച്ചതെന്ന് മോൾ കണ്ടുപിടിച്ചോ? ഇയാൾ ഇത്ര പെട്ടെന്ന് തന്നെ പണക്കാരനായത് എങ്ങനെ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാനോട്ടോ ആദർശ്. ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ ഇയാൾ വെറും സീറോ ആയിരുന്നു. പിന്നെ ഇയാളുടെ കുതന്ത്രങ്ങളും കുബുദ്ധിയും ഒക്കെ വെച്ചിട്ട് തന്നെ ഇയാൾ ഇത്രയും വലിയ ലെവലിൽ എത്തിയത്. പിന്നെ കുറെ തട്ടിപ്പൊക്കെ നടത്തി തന്നെ നാട്ടിലേക്ക് മുങ്ങിയായിരുന്നു എന്ന് അറിയാൻ കഴിഞ്ഞെന്നൊക്കെ പറയുകയാണ്. എന്നാലും ഇവിടെ വന്ന് ഇത്രയും വലിയൊരു ജ്വല്ലറിയൊക്കെ നടത്താനുള്ള ഒരു സാമ്പത്തികം അയാളുടെ കയ്യിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആദർശേട്ടാ. ഇതിന് പിന്നിൽ വേറെ ആരും ഉണ്ടെന്നൊക്കെ തന്നെ നമ്മുടെ നന്ദു പറയുകയാണ്. പക്ഷെ അയാൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ അയാളെ സഹായിക്കാൻ മറ്റാരും ഉണ്ടെന്ന് തന്നെ പറയുന്നുണ്ട് നന്ദു. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അത് ഞങ്ങൾക്ക് ഏകദേശം മനസ്സിലായി മോളെ. ഞാൻ ഒരു പഞ്ചാബിക്കാരൻ്റെ വേഷം തിരിച്ച് ഇപ്പം 2-3 ദിവസമായിട്ട് എൻ ജ്വല്ലറിയിൽ കയറി ഇറങ്ങുന്നുണ്ട്. 1000 കോടി രൂപയുടെ ബിസിനസ് നടത്താനാണെന്നുള്ളൊരു വ്യാജനയാണ് ഞാൻ അവിടുത്തെ കാര്യങ്ങളെല്ലാം ഇപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അയാളുമായിട്ട് 2-3 തവണ സംസാരിച്ചപ്പോൾ പോലും എനിക്ക് അയാളിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞതും അതുതന്നെയാണ്. അയാൾ പറയുന്ന മറുപടികളിൽ തന്നെ ഒന്നിലും ഒരു വ്യക്തതയില്ല. ഈ എൻ ജ്വല്ലറിയെ നിയന്ത്രിക്കാനും കാര്യങ്ങളൊക്കെ നോക്കി നടത്താനും ഇയാൾക്ക് മുന്നിൽ ആരും ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കും കിരണ്ണും മനസ്സിലായെന്നൊക്കെ തന്നെ പറയുകയാണ് നമ്മുടെ ആദർശും. അതൊരു കാര്യം ഉറപ്പാ മോളെ, അനന്തപുരി തറവാടിനെയും അതുപോലെ മൂർത്തി മുത്തശ്ശനോടും വൈരാഗ്യമുള്ള ആരോ തന്നെയാണ് ഇതിന്റെ പിന്നിൽ നിന്ന് കളിക്കുന്നത്. ഈ പറയുന്ന ആർക്കും തന്നെ എന്നോടല്ല ശത്രുതയുള്ളത്, മൂർത്തി മുത്തശ്ശനോടെയാണ്. മുത്തശ്ശനെയും അനന്തപുരി തറവാടിനെയും മൂർത്തി ജ്വല്ലറിയും തകർക്കാൻ ഇവരുടെ ശ്രമം എന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നന്ദുവും പറയുന്നുണ്ട്, ശരി ആദർശേട്ടാ, അനന്തപുരി തറവാടിനോട് ശത്രുതയുള്ള ആരോ തന്നെ ഇതിന്റെ പിന്നിൽ. എനിക്കും ഇത് പല പ്രാവശ്യം തോന്നാതിരുന്നിട്ടില്ല. കാരണം ആദർശേട്ടനോട് ആർക്കും ഒരു ശത്രുതയോ വൈരാഗ്യമോ തോന്നേണ്ട കാര്യമില്ലല്ലോ. ശത്രുക്കളോട് പോലും ആദർശേട്ടൻ ഒരു മയത്തിലല്ലേ സംസാരിക്കുകയുള്ളൂ. പിന്നെ ആദർശേട്ടനോട് എന്തിനാ ഇത്ര ശത്രുത കാണിക്കുന്നതെന്ന് ഞാനും ആലോചിക്കാൻ തരുന്നില്ല. അപ്പോഴും എൻ്റെ മനസ്സിൽ ഇപ്പം ആദർശേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, പിന്നെ ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അവരുടെ ടാർഗറ്റ് ആദർശേട്ടനല്ല മുത്തശ്ശനാണെന്നുള്ളത് ഇപ്പം വ്യക്തമായി എന്നൊക്കെ തന്നെ നന്ദുവും പറയുന്നുണ്ട്. മുത്തശ്ശനോട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്താലോ ആദർശേട്ടാ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ നന്ദു. അപ്പം ആദർശ് പറയുന്നുണ്ട്, അത് വേണോ മോളെ, മുത്തശ്ശൻ ഇപ്പം നല്ല ദേഷ്യത്തിലാണ്. എന്നോടാണെങ്കിൽ ഇപ്പോൾ ഒരു മയവും കാണിക്കാതെയാണ് മുത്തശ്ശൻ സംസാരിക്കുന്നത്. മോക്കറിയാവല്ലോ, മുത്തശ്ശൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനും നയനും ഗസ്റ്റ് ഹൗസിലേക്ക് മാറി താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ മുത്തശ്ശൻ്റെ മുമ്പിൽ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ ആദർശ്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അതിനിപ്പോൾ എന്താ ആദർശേട്ടാ കുഴപ്പം, നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി അറിയാനുണ്ടല്ലോ. എന്തായാലും ഈ ശത്രുക്കളൊക്കെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് മുത്തശ്ശനെയല്ലേ. അപ്പോൾ മുത്തശ്ശൻ അതുപോലെയുള്ള ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് വേണ്ടേ നമ്മൾ അന്വേഷിക്കാൻ, മുത്തശ്ശൻ്റെ ശത്രുക്കളെ വേണ്ടേ നമ്മൾ കണ്ടുപിടിക്കാൻ. മുത്തശ്ശനെ ഒന്ന് പോയി കണ്ടതിന് ശേഷം മുത്തശ്ശനോട് തന്നെ ഞാൻ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ചോദിച്ചാലോ, മുത്തശ്ശന് ഇനി ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ ചോദിച്ചു നോക്കാമെന്ന് പറയുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, വേണ്ട മോളെ, അതും ചോദിച്ചുകൊണ്ട് ഇപ്പോൾ മുത്തശ്ശൻ്റെ മുമ്പിലോട്ട് ചെല്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. മുത്തശ്ശൻ്റെ സ്വഭാവം പണ്ട് മുതലേ നമുക്ക് അറിയാമല്ലോ. തെറ്റ് ചെയ്യുന്നവരുടെ മുത്തശ്ശൻ പൊറുക്കാറില്ല, ആരാണെങ്കിലും അത് ശിക്ഷിക്കും. അതിപ്പോൾ നമുക്ക് എത്ര വേണ്ടപ്പെട്ടവരാണെങ്കിലും മുത്തശ്ശൻ്റെ തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിൽക്കും. അങ്ങനെയുള്ളപ്പോൾ മുത്തശ്ശന് ഇഷ്ടംപോലെ ശത്രുക്കൾ കാണുമല്ലോ. വീടിനുള്ളിൽ തന്നെ 2 അഭിപ്രായക്കാരല്ലേ ഉള്ളത്. അപ്പോൾ പിന്നെ പുറത്തെ കാര്യം പറയണ മോളെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആദർശ്. നമുക്ക് എന്തെങ്കിലും ഒരു സൂചന കിട്ടാതെ വെറുതെ മുത്തശ്ശൻ്റെ അടുത്ത് എന്നിട്ട് ശത്രുക്കളുണ്ടോ എന്ന് ചോദിക്കുന്നതിൽ ഒരു അർത്ഥവും ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു തെളിവ് കിട്ടണം. ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ എന്നൊക്കെ തന്നെ ആദർശ് പറയുന്നുണ്ട്. എന്നാൽ അങ്ങനെ ആട്ടെ ആദർശേട്ടാ, ഞാനും ഗ്രീനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം. അതുപോലെ എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ ഞാൻ ആദർശേട്ടന് വേണ്ടി ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ നന്ദു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അതേസമയത്ത് ആദർശാണെങ്കിലും ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇനി എങ്ങനെ മുന്നോട്ട് പോകാമെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതുവരെ നാഗേന്ദ്രനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളും കിട്ടിയിട്ടില്ലല്ലോ. ഡേവിഡിന്റെ പിന്നിൽ നിന്ന് കളിക്കുന്ന ആരും ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാകുന്നുണ്ടെങ്കിലും അത് നാഗേന്ദ്രനാണെന്നുള്ളതിന് ഒരു തെളിവോ ഒരു സൂചനയോ ഒന്നും തന്നെ ഇതുവരെ കിട്ടിയിട്ടില്ല. ആകെ മൊത്തത്തിൽ കൺഫ്യൂഷനായിട്ട് ഇരിക്കുകയാണ് ആദർശും കിരണും ഒക്കെ. കാരണം 3-4 പ്രാവശ്യം എൻ ജ്വല്ലറിയിൽ ചെന്ന് ഡേവിഡുമായിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും അയാൾ കാര്യങ്ങളൊന്നും തന്നെ വിട്ടു പറയാൻ കൂട്ടാക്കുന്നില്ലല്ലോ. ഇപ്പോൾ തൽക്കാലത്തേക്ക് എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഞാനാണ്, പാർട്ട്ണർഷിപ്പ് ആരുമില്ല, താൽക്കാലികമായിട്ട് MD സ്ഥാനം ഞാനാണ് നോക്കുന്നതെന്നൊക്കെ തന്നെ അയാൾ പറയുന്നപ്പോൾ തന്നെ ആദർശനും കിരണിനും ഒക്കെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് ഇതിന് പിന്നിൽ ആരും ഉണ്ടെന്നൊക്കെ ഉള്ളത്. എന്തായാലും അങ്ങനെ തോറ്റു പിന്മാറാനൊന്നും തന്നെ നമ്മുടെ ആദർശ് തയ്യാറല്ല കേട്ടോ. എന്ത് വന്നാലും നേരിട്ട് നിൽക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ നമ്മുടെ ആനി കമ്പനിയുടെ MD സ്ഥാനത്ത് തന്നെ എത്തിയിരിക്കുകയാണ്. ഇത്ര നാളും ആദർശേട്ടൻ ഇരുന്ന് കസേരയിൽ ഇരിക്കാൻ ഒട്ടും താല്പര്യമില്ലാതെ മനസ്സോടെ തന്നെയാണ് ആനി അവിടെ ഇരിക്കുന്നതും. ഇനി എന്താണ് ചെയ്യേണ്ടത്, കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. എനിക്കാണെങ്കിലും ഒട്ടും ഒരു മാനസികമായിട്ട് ഒരു തൃപ്തി ഇല്ല. എന്നാലും ഇതുപോലെ ഒരു സാഹചര്യത്തിൽ കമ്പനിയെ ഇനിയും താഴോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കരുതെന്ന് ആദർശേട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ. കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തമായ തീരുമാനം എടുക്കണം. എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും വേണം ചെയ്യാൻ. ഒരു കാരണവശാലും ഇപ്പോൾ ഉള്ളതിനേക്കാൾ താഴോട്ട് കമ്പനി ഒരിക്കലും പോകരുതെന്നൊക്കെ തന്നെ നമ്മുടെ ആദർശ് അനിക്ക് ഉപദേശമൊക്കെ ചെന്ന് നൽകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ അനിയുടെ മനസ്സിലുണ്ട്.
ആദർശന് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കമ്പനിയെ പിന്നെയും ഉയർച്ചയിലേക്ക് കൊണ്ടുവരാനൊക്കെ വേണ്ടിയിട്ട് തന്നെ നമ്മുടെ അനി ഒരു തീരുമാനം തന്നെ എടുക്കുന്നുണ്ട്. അന്ന് ആദർശ് ദുബായിലേക്ക് പോയ സമയത്ത് താൽക്കാലികമായിട്ട് കമ്പനിയുടെ MD സ്ഥാനം അനി നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ എന്താണ് ചെയ്യേണ്ടത്, കാര്യങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ഒരു ഡീൽ വന്നാൽ എങ്ങനെയൊക്കെ അത് കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ അനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. പിന്നെ ജയനും അജയനും ഒക്കെ ഇപ്പോഴും അനിയുടെ കൂടെ തന്നെ അനിയെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കമ്പനിയിലെ ഓരോ കാര്യങ്ങളും വ്യക്തമായ ധാരണയോടെയും അതുപോലെ എല്ലാം നോക്കിയും കണ്ടും ഇനി ഒരു പിഴവ് സംഭവിക്കാത്ത രീതിയിൽ തന്നെ അനി മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുകയാണ് കേട്ടോ. ആ സമയത്ത് തന്നെ അനി കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ കണ്ടുപിടിക്കുന്നുണ്ട്. കാരണം മൂർത്തീസ് ജ്വല്ലറിയിലേക്ക് വരുന്ന പല ഡീലുകളെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചോരുന്നുണ്ടെന്നുള്ളത് നമ്മുടെ അനി കണ്ടുപിടിക്കുകയാണ്. കമ്പനിക്കകത്ത് തന്നെ ചാരപ്രവർത്തി ചെയ്യുന്ന ആരോ ഉണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അനിക്ക് നല്ല ബോധ്യമാവുന്നുണ്ട്. അനി ഉടനെ തന്നെ ആദർശനെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താ മോനെ നീ ഓക്കെ അല്ലേ, നീ ഇപ്പോൾ കംഫർട്ടബിൾ അല്ലേ, ആ കസേരയിൽ ഇരിക്കുന്നതുകൊണ്ട് നിനക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അനി പറയുന്നുണ്ട്, ആദർശേട്ടാ ഇത് വല്ലാത്തൊരു ചതി തന്നെയാണ്. ഞാൻ ഒരിക്കലും ഈ കസേര ആഗ്രഹിച്ചതല്ല, എനിക്കൊരിക്കലും ഇവിടെ ഇരിക്കണമെന്നും താല്പര്യമില്ല. എത്രയും പെട്ടെന്ന് ആദർശേട്ടൻ തന്നെ ഇങ്ങോട്ടേക്ക് വരണം. ഈ കസേരയിൽ ഇരിക്കാൻ യോഗ്യനെ ആദർശേട്ടൻ മാത്രമാണ്. ആദർശേട്ടൻ്റെ സ്ഥാനത്തിരിക്കാൻ എനിക്കൊരു യോഗ്യതയുമില്ല, എനിക്ക് അതിനൊരു അർഹതയും ഇല്ല എന്നൊക്കെ തന്നെ അനി പറയുന്നുണ്ട്. അപ്പോൾ ആദർശ അനിയെ ഒന്ന് സമാധാനിപ്പിക്കാനായിട്ട് തന്നെ പറയുന്നുണ്ട്, തൽക്കാലം നീ അവിടെ ഇരിക്കണം, കമ്പനിയെ നോക്കാനുള്ള എല്ലാ കഴിവും പ്രാപ്തിയും നിനക്കുണ്ട്, അത് നീ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്നൊക്കെ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് ആദർശ്. നമ്മുടെ തറവാട്ടിൽ ഇപ്പം നടക്കുന്ന കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാമല്ലോ, അതുകൊണ്ട് ഇതിൻ്റെ പിന്നിലുള്ള സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുന്നത്. ആ സമയത്ത് നമ്മുടെ ജ്വല്ലറിയും നമ്മുടെ കമ്പനികളെയും നമ്മുടെ കുടുംബത്തെ എല്ലാം നോക്കി നടത്തേണ്ടത് നീയാണ്. ഞാൻ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിന്നെ ഏൽപ്പിക്കുന്നത് അതുകൊണ്ടാണെന്നൊക്കെ തന്നെ ആദർശ് പറയുന്നുണ്ട്. എന്തുകൊണ്ടും ഇപ്പോൾ MD കസേരയിലിരിക്കാൻ ഏറ്റവും യോഗ്യതയുള്ളത് നിനക്ക് തന്നെയെന്നൊക്കെ പറഞ്ഞ് അനിയെ ഒന്ന് സമാധാനിപ്പിക്കുകയാണ് നമ്മുടെ ആദർശ്. ഈ സമയത്താണ് അനി ആദർശിനോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് കേട്ടോ. കമ്പനിക്കുള്ളിൽ തന്നെ ആരോ ചാരപ്രവർത്തി ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മുടെ അനി ആദർശിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവിടെ ചില കാര്യങ്ങളൊക്കെ എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും എന്തോ ഒരു പന്തികേടും ഒക്കെ തോന്നുന്നുണ്ട് ആദർശേട്ടാ. നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനിയെ ചതിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. ആദർശ് ചോദിക്കുന്നുണ്ട്, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്, ഇവിടുത്തെ പല കാര്യങ്ങളും പല കോൺട്രാക്റ്റുകളും പല ബിസിനസ് ഡീലുകളും പുറത്തേക്ക് പോകുന്നുണ്ട് ആദർശേട്ടാ. മിക്കവാറും ഏഞ്ചലർക്ക് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ആരോ സ്പൈ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അയാളെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണം ആദർശേട്ടാ, ഇല്ലെങ്കിൽ കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിച്ച പോലെ മുന്നോട്ട് പോയില്ല എന്നൊക്കെ തന്നെ അനി പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും സംശയം നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ അതിൻ്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോയിക്കോ. എന്തിനും ഏതിനും അച്ഛനും ഇളയച്ചനും നിന്റെ കൂടെ തന്നെ ഉണ്ടാകും. അങ്ങനെ സ്പൈ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കമ്പനിയിൽ പുറത്താക്കുകയും വേണം. ഇനിയും നമ്മുടെ കമ്പനി നഷ്ടത്തിലേക്ക് പോകാൻ പാടില്ല. നമ്മുടെ കമ്പനിയിലെ രഹസ്യങ്ങളൊക്കെ ചോർന്നു പോവുകയും ചെയ്യരുതെന്നൊക്കെ തന്നെ ആദർശ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അനിക്ക്. നിനക്ക് ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരെ നീ ജോലിയിൽ നിന്ന് പുറത്താക്കിക്കോ, അതിനൊന്നും ഒരു കുഴപ്പമില്ല എന്നൊക്കെ തന്നെ ആദർശ് പറയുന്നുണ്ടെങ്കിലും അനി പറയുന്നുണ്ട്, എനിക്കങ്ങനെ ആരെയും സംശയമില്ല ആദർശേട്ടാ. ആദർശൻ ഈ MD സ്ഥാനത്ത് ഇരുന്നപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരുന്നവർ തന്നെയല്ലേ ഇപ്പോഴും ഇവിടെ ഉള്ളത്. പക്ഷേ ഈ വിവരങ്ങളൊക്കെ എങ്ങനെയൊക്കെയോ ചോർന്നു പോകുന്നുണ്ടെന്നുള്ളതും അതെങ്ങനെയാണെന്നോ അതിൻ്റെ പിന്നിൽ ആരാണെന്നോ ഒന്നും തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ തന്നെ നമ്മുടെ അനി പറയുക കേട്ടോ. ഇപ്പം എനിക്ക് ശരിക്കും തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച പോലത്തെ ഒരു സിറ്റുവേഷനാണ്. നമ്മുടെ ശത്രുക്കൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ ആദർശേട്ടാ, അബിയും അപ്പച്ചിയും അതുപോലെ നവ്യേച്ചി ഇപ്പോൾ ഏഞ്ചുലറിലെ മോഡലല്ലേ. അപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന ന്യൂസ് എല്ലാം അബി നവ്യേച്ചി ആയിരിക്കും ഏഞ്ചുലറെ അറിയിക്കുന്നതെന്നൊക്കെ തന്നെ അനി പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അങ്ങനെ നമുക്ക് സംശയിക്കായിരുന്നു. അബി ഇപ്പോൾ കമ്പനിയിലേക്ക് പോലും വരുന്നില്ല, അവന് കമ്പനിയിൽ ഒരു സ്ഥാനവും ഇല്ല, അവൻ വെറുതെ വീട് ചൊറിയും കുത്തി ഇരിക്കുകയല്ലേ. പിന്നെ അവനോട് നമ്മൾ ഈ കമ്പനി കാര്യങ്ങളൊന്നും തന്നെ പറയാറുമില്ലല്ലോ, പിന്നെ എങ്ങനെ അബി ഈ കാര്യങ്ങളൊക്കെ ചോർത്തി കൊടുക്കുന്നത്. പിന്നെ നവ്യ ആണെങ്കിൽ ഏത് സമയവും ഏഞ്ചുലറുടെ മോഡലാണെന്നുള്ള മട്ടും ഭാവത്തിലും അല്ലേ നടക്കുന്നത്. അവളോടും ഈ കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാറുമില്ല, ആരോടും ഒന്നും തന്നെ നമ്മൾ പറയാറുമില്ലല്ലോ. ഇപ്പം മീറ്റിങ്ങുകളെല്ലാം തന്നെ നമ്മൾ അതീവ രഹസ്യമായിട്ടല്ലേ കൂടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിവരങ്ങളൊക്കെ അബി ആയിരിക്കില്ല പറഞ്ഞു കൊടുക്കുന്നത്, പിന്നെ വേറെ ആരെങ്കിലും ആയിരിക്കും ഇതിൻ്റെ പിന്നിൽ നിന്ന് പറയുകയാണ് ആദർശ് പറയുന്നുണ്ട്, ചിലപ്പോൾ നമ്മൾ ഈ സംശയിക്കുന്ന ആരും തന്നെ ആയിരിക്കില്ല ഇതിൻ്റെ പിന്നിൽ. നമുക്ക് ഒരു തരത്തിലും സംശയം തോന്നാത്ത രീതിയിലായിരിക്കും ഇവർ ഓരോരോ കരുക്കൾ നീക്കുന്നത്. അതൊന്നും തന്നെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അനി. ഞാനും കിരണും നയനയും കല്യാണിയും ഒക്കെ കൂടി കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പം മൂർത്തീസ് ജ്വല്ലറിയെ തകർക്കാൻ നോക്കുന്ന ശത്രുക്കൾ എൻ്റെയോ നിൻ്റെയോ ശത്രുക്കളല്ല, അവരുടെ ടാർഗറ്റ് നമ്മുടെ മുത്തശ്ശനാണ്. മുത്തശ്ശനെയും മൂർത്തീസ് ഗ്രൂപ്പിനെയും അതുപോലെ നമ്മുടെ കുടുംബത്തെയും തന്നെ തകർക്കാനാണ് അവർ നോക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മുത്തശ്ശനെ പാടെ തകർക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. മുത്തശ്ശൻ്റെ ശത്രുക്കളിൽ ആരെങ്കിലും ഒരാളായിരിക്കും ഇങ്ങനെയുള്ള നീക്കങ്ങൾ നടത്തുന്നതെന്നൊക്കെ തന്നെ ആദർശ് പറയുന്നുണ്ട്. അനി പറയുന്നുണ്ട്, ആദർശേട്ടൻ പറയുന്നതൊക്കെ ശരിയായിരിക്കാം, എന്നാലും ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം പറഞ്ഞതേ ഉള്ളൂ. എന്നാലും ഇത്രയും വലിയ ചതി നമ്മളോട് ചെയ്യാൻ ആരായിരിക്കും ഇതിൻ്റെയൊക്കെ പിന്നിൽ? എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ആദർശേട്ടാ, അവരെ സഹായിക്കാൻ നമ്മുടെ കൂട്ടത്തിൽ ആരോ ഒരാളുണ്ട്, അത് ഉറപ്പാന്നൊക്കെ തന്നെ നമ്മുടെ അനി പറയുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, എന്തായാലും നിനക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയതല്ലേ, അപ്പോൾ നീ കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം.
എന്തായാലും നിന്നെക്കൊണ്ട് പറ്റും പോലെ തന്നെ നീ ഒരു അന്വേഷണം നടത്തിക്കോ. ആരായിരിക്കും നമ്മുടെ കമ്പനിയോട് ഇത്രയും വലിയ ചതി ചെയ്യുന്നതെന്നുള്ളത് നമുക്കൊന്ന് അറിഞ്ഞിരിക്കാമല്ലോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ആദർശ്. അതാരെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ അവരെ എത്രയും പെട്ടെന്ന് നമ്മുടെ കമ്പനിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യണം എന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. അതും പറഞ്ഞ് അനി ഫോൺ കട്ടാക്കിയതിനു ശേഷം നയനയോട് ആദർശ് ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. അനി വിളിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നയനയുമായിട്ട് ഡിസ്കസ് ചെയ്യാട്ടോ. കമ്പനിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആരോ കമ്പനിയെ ചതിക്കാൻ നോക്കുന്നുണ്ട്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ഡേറ്റകളും കമ്പനിയുടെ രഹസ്യ കാര്യങ്ങളെല്ലാം തന്നെ ആരോ ഏജൻസികൾക്ക് വേണ്ടി ചോർത്തി കൊടുക്കുന്നുണ്ടെന്ന് ആനി പറഞ്ഞത്. അതിൻ്റെ പിന്നിൽ ആരാന്നൊന്നും അറിയില്ല. പക്ഷേ എന്തൊക്കെയോ തിരിമറികൾ കമ്പനിക്കുള്ളിൽ നടക്കുന്നുണ്ടെന്നും എന്തൊക്കെയോ ചോർച്ചകൾ നടക്കുന്നുണ്ടെന്നും ഒക്കെ ആനി പറയുന്നത്. എന്തായാലും അവൻ അവൻ്റെതായ രീതിക്ക് ഒരു അന്വേഷണം നടത്തട്ടെ, നമ്മൾ നമ്മളുടേതായ രീതിക്ക് ഒരു അന്വേഷണം നടത്താം. എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരുത്തണം, എങ്കിലേ ഇനിയും മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ എന്നൊക്കെ തന്നെ ആദർശ് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നയനയും പറയുന്നുണ്ട്, അതേ ആദർശ് ചേട്ടാ, അങ്ങനെ ഒരു സംശയം എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരെങ്കിലും കാണും. അത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്യണം. ഇതുപോലെ ഒരു ചാരപ്രവൃത്തി ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അയാളെ എത്രയും പെട്ടെന്ന് പുറത്താക്കുന്നല്ലേ കമ്പനിക്ക് നല്ലത്. ഇല്ലെങ്കിൽ കമ്പനി പിന്നെയും പിന്നെയും താഴ്ചയിലേക്ക് പോകുകയല്ലേ ഉള്ളൂ. അങ്ങനെ ഒരു അവസ്ഥ എന്തായാലും കമ്പനിക്ക് ഉണ്ടാകാൻ പാടില്ല. മുത്തശ്ശൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ എല്ലാം നല്ല രീതിക്ക് തന്നെ നടക്കണം. തിരിച്ച് ആദർശേട്ടൻ തന്നെ MD സ്ഥാനത്ത് കയറുകയും ചെയ്യണം എന്നൊക്കെ തന്നെ നയനയും പറയുന്നുണ്ട്. അങ്ങനെ നന്ദുവിൻ്റെതായ രീതിക്കും അനിയുടേതായ രീതിക്കും ആദർശൻ നയനയും കിരണും കല്യാണിയൊക്കെ അവരുടേതായ രീതിക്കൊക്കെ അന്വേഷണങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ സമയത്ത് മുത്തശ്ശന് ചില ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിട്ട് മുത്തശ്ശന് ഹോസ്പിറ്റലിലാകുകയും ചെയ്തല്ലോ. അപ്പോൾ ഈ വാർത്തയൊക്കെ അറിഞ്ഞ് നമ്മുടെ നാഗേന്ദ്രനും ഡേവിഡും അതുപോലെ അവന്തികയൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അവരെല്ലാവരും കൂടെ ഒന്നിച്ചു കൂടുകയാണ്. നാഗേന്ദ്രനാണ് കേട്ടോ ഭയങ്കര സന്തോഷം. കാരണം മുത്തശ്ശനെ തകർക്കണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ നമ്മുടെ നാഗേന്ദ്രയുടെ മനസ്സിലുള്ളൂ. അയാൾ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ സന്തോഷമായി, എനിക്കിപ്പോൾ സമാധാനമായി. ആ കിളവനുണ്ടല്ലോ, അയാൾ ആശുപത്രിയിലായില്ലേ, അയാൾ ഇനി അധികകാലം ഒന്നും മുന്നോട്ട് പോകത്തില്ലെന്നേ. അയാളുടെ അവസാനം അടുക്കാറായി. അയാളുടെ കൊച്ചുമോനെ അയാളെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കിയില്ലേ, അയാളുടെ കൊച്ചുമോനെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കിയതിൻ്റെ വിഷമം അയാൾക്ക് നല്ലോണം ഉണ്ട്. അതിൻ്റെ മാനസിക വിഷമം ഇപ്പം അയാൾക്ക്. ഇനി അങ്ങോട്ടേക്ക് ആ കുടുംബം തന്നെ തകർന്ന് തരിപ്പണമാകും. അനന്തപുരി തറവാട് വെറും നാമാവിശേഷം മാത്രമാകണമെന്നൊക്കെ പറയുകയാണ്. ഇനി അതിനൊരു തിരിച്ചുവരവ് ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ തന്നെ അയാളിങ്ങനെ അട്ടഹസിച്ച് പറയുകയാണ്. അവന്തികയ്ക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം അവന്തികയും ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. സ്വന്തം അച്ഛനെ തറവാട്ടിൽ നിന്ന് ആട്ടിയിറക്കി വിട്ട ആളല്ലേ. അപ്പോൾ ആ ഒരു ദേഷ്യമൊക്കെ നമ്മുടെ അവന്തികയുടെ മനസ്സിലുണ്ട്. അത് വെച്ചിട്ടാണ് അവളും ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത്. ഡേവിഡിനാണെങ്കിലും ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് നല്ല സന്തോഷം തന്നെയാണ്. കാരണം ഇപ്പം അവർ വിചാരിക്കും പോലെ തന്നെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. നാൾക്ക് നാൾ അനന്തപുരി തറവാട് താഴ്ചയിലേക്കും AM ജ്വല്ലറി കുതിച്ചു കയറുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ആദർശനും കൊച്ചുമോൻ്റെ ഭാര്യയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിൻ്റെ വിഷമമാണ് കാരണവർക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സന്തോഷിക്കുകയാണ് എല്ലാവരും. ആ സമയത്ത് തന്നെ നമ്മുടെ അവന്തിക, നമുക്കും പുതിയതായിട്ടൊരു ബ്രാൻഡ് തുടങ്ങണം. നമ്മുടെ ഇപ്പം മൂർത്തി ജ്വല്ലറിയെ കൂടുതൽ ആൾക്കാരിലേക്ക് ആകർഷിച്ചത് നയനാസ് കളക്ഷൻ അല്ലേ. അതുപോലെ നമുക്കും ഒരു ഓൺ ബ്രാൻഡ് വേണം. നമ്മളുടേതായ ഡിസൈനുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഓൺ ബ്രാൻഡിൽ നമുക്കും അതുവഴി കൂടുതൽ മെച്ചങ്ങൾ ഉണ്ടാകും എന്നൊക്കെ തന്നെ അവന്തിക പറയുമ്പോഴേക്കും ആ ഒരു ആശയത്തെ ശരിവെക്കുകയാണ് ഡേവിഡും നാഗേന്ദ്രനും ഒക്കെ. എന്തായാലും നയനയെ പോലെ ഒരു ഡിസൈനർ തന്നെ നമുക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്. പിന്നെ നമുക്ക് ആ വഴിയൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കാം. എന്തായാലും അവിടെ പോലെ ഒരു ഡിസൈനറെ കിട്ടുന്നത് വലിയ പാടാണ്. എന്തായാലും അവളേക്കാൾ കഴിവും പ്രാപ്തിയുള്ള മികച്ച ഡിസൈനറുകളെ തന്നെ നമുക്ക് നമ്മുടെ ജ്വല്ലറിയിലേക്ക് കൊണ്ടുവരാനൊക്കെ തന്നെ പറയുകയാണ് നാഗേന്ദ്രൻ. പുതിയ മോഡലുള്ള കളക്ഷൻസൊക്കെ നമുക്ക് ഒരുപാട് ഇറക്കാൻ പറ്റും. അതുവഴി നമുക്ക് മാർക്കറ്റിലെ ഒന്നാം സ്ഥാനം തന്നെ പിടിച്ചെടുക്കാൻ സാധിക്കും. എന്തായാലും മോളിപ്പോൾ പറഞ്ഞത് നല്ലൊരു ആശയം തന്നെയാണ്. നമ്മുടെ കമ്പനിക്ക് അത് കൂടുതൽ ഉപകാരം ചെയ്യുകയുള്ളൂ. അതോടൊപ്പം മൂർത്തി ജ്വല്ലറി തകർന്നടിയുകയും ചെയ്തോളൂ എന്നൊക്കെ തന്നെ പറഞ്ഞ് സന്തോഷിക്കുകയാണ് നാഗേന്ദ്രനും. അതേസമയത്ത് തന്നെ പുതിയ ബ്രാഞ്ചിൻ്റെ ഉദ്ഘാടനവും അതുപോലെ തന്നെ ഡയമണ്ട്സ് കളക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ആദർശമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഡേവിഡ്. ആ സമയത്ത് തന്നെ ഇതിൻ്റെ പിന്നിൽ നാഗേന്ദ്രനാണെന്നുള്ള സൂചനകളൊക്കെ നമ്മുടെ ആദർശന് കിട്ടുന്നുണ്ട്. മുഖാമുഖം നേരിട്ട് കണ്ടില്ലെങ്കിലും നാഗേന്ദ്രനാണ് ഇതിൻ്റെ പിന്നിൽ കിടന്ന് കളിക്കുന്നതെന്നൊക്കെയുള്ളത് ഡേവിഡിൻ്റെ വായിൽ നിന്ന് തന്നെ മനസ്സിലാക്കുകയാണ് നമ്മുടെ ആദർശ്. അങ്ങനെ AM ജ്വല്ലറിയുടെ അകത്തളത്തിലെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ആദർശും കിരണും കല്യാണിയും നയനും ഒക്കെ കൂടിയിട്ട് ഒരാളെ കൂടി ഇറക്കുകയാണ് കളിക്കളത്തിലേക്ക്. അതായത് ആദർശിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി എന്നുള്ള പേരിൽ ഒരു പെൺകുട്ടിയെ കൂടി ഇറക്കുകയാണ്. അതായത് ആദർശിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി എന്നുള്ള പേരിൽ തന്നെ ഒരു പെൺകുട്ടിയെ കൂടി നമ്മുടെ ഡേവിഡിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ആദർശ്. ആ പെൺകുട്ടിയെ കൂടി ഉൾക്കൊള്ളിച്ചാണ് അവിടുത്തെ മീറ്റിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മുടെ ഡേവിഡും ആദർശും കൂടി നടത്തുന്നത്. അങ്ങനെ ആ പെൺകുട്ടിയെ അധികം വൈകാതെ തന്നെ ആദർശും കിരണും ഒക്കെ പറഞ്ഞ പ്രകാരം തന്നെ ഡേവിഡുമായിട്ട് ഒരു അടുപ്പം കാണിക്കുകയും അയാളെ കൂടുതൽ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ചധികം മീറ്റിങ്ങുകളിലും അതുപോലെ അവർ തമ്മിലുള്ള സംഭാഷണങ്ങൾക്കൊക്കെ ഒടുവിൽ ഡേവിഡ് തന്നെ ഈ രഹസ്യങ്ങളെല്ലാം തന്നെ ആ പെൺകുട്ടിയോട് പറയുന്നുണ്ട്. ഞാനൊരു ബിസിനസ്സുകാരൻ മാത്രമാണ്,
എം ജ്വല്ലറിയുടെ ശരിക്കുള്ള എം ഡി ഞാനല്ല, ഞാനൊരു ബിനാമി മാത്രമാണ്, എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് വേറൊരാളാണ് എന്നൊക്കെ പറയുകയാണ്. എം ജ്വല്ലറിയുടെ എം ഡി വേറൊരാളാണെന്നും തൽക്കാലം അദ്ദേഹം ഇപ്പോൾ ആർക്കും മുഖം കാണിക്കാൻ താല്പര്യപ്പെടുന്നില്ലെന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അയാൾക്കൊരു സംശയം ആകാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ അയാൾ പറഞ്ഞതിനൊപ്പം തന്നെ ആ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് അഭിനയിക്കാൻ വന്നിരിക്കുന്ന കുട്ടിയും അതേ രീതിക്ക് തന്നെ നിൽക്കുകയാണ് കേട്ടോ. ഡേവിഡിന് ഒരു തരത്തിലും സംശയമാകാത്ത രീതിയിൽ തന്നെ ആ കുട്ടി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ബോസ് എന്നോട് പറഞ്ഞത് സാറ് തന്നെയാണ് ഈ കമ്പനിയുടെ എം ഡി എന്നാണല്ലോ, ഇപ്പോൾ സാറിനേക്കാളും മുകളിൽ വേറൊരാളും കൂടി ഉണ്ടോ എന്നൊക്കെയുള്ള രീതിയിൽ ഒരു സംശയത്തോടെ തന്നെ ചോദിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഡേവിഡിനും ആ കുട്ടിയെ ഒട്ടും തന്നെ സംശയമാകുന്നില്ല കേട്ടോ. അങ്ങനെ ഡേവിഡ് എല്ലാ കാര്യങ്ങളും ആ പെൺകുട്ടിയോട് തുറന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എം ജ്വല്ലറിയുടെ യഥാർത്ഥ എം ഡി അപ്പോൾ ഈ നാഗേന്ദ്രനാണോ എന്നിങ്ങനെ ആ കുട്ടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡേവിഡ് പറയുന്നുണ്ട്, അതെ, എം ജ്വല്ലറിയുടെ യഥാർത്ഥ എം ഡി നാഗേന്ദ്രൻ തന്നെയാണ്. പല ബിസിനസ്സുകളും ചെയ്ത് ഒരുപാട് പണം ഉണ്ടാക്കിയതിന് ശേഷമാണ് ദുബായിലും കേരളത്തിലുമായിട്ട് അയാൾ ഇതുപോലുള്ള ജ്വല്ലറീസ് ഒക്കെ തുടങ്ങിയത്. അദ്ദേഹം പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ മറന്നിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഡേവിഡ് പറയുന്നുണ്ട്, അത് പിന്നെ വേറൊന്നും കൊണ്ടല്ല, അതൊക്കെ വലിയൊരു കഥയാണ്, ഒരു ശത്രുതയുടെ കഥ തന്നെയാണ്. അദ്ദേഹത്തിന് മനസ്സിലാണ് യാതൊരു പക കിടപ്പുണ്ട്, ആ പക വീട്ടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ മറിഞ്ഞിരുന്ന് കളിക്കുന്നതെന്നൊക്കെ തന്നെ ഡേവിഡ് പറയുകയാണ്. അദ്ദേഹമാണ് ഈ എം ജ്വല്ലറിയുടെ എം ഡി എന്ന് അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ജ്വല്ലറിയുടെ വളർച്ചയ്ക്ക് തന്നെ വലിയൊരു തിരിച്ചടിയാകും എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം മറിഞ്ഞിരിക്കുന്നത്. തൻ്റെ ശത്രുക്കളെ തറ പറ്റിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇതുപോലെ മറിഞ്ഞിരിക്കുന്നതും ഇതുപോലൊരു ജ്വല്ലറിയുമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുകയാണ് കേട്ടോ. അങ്ങനെ ആ കുട്ടി കിട്ടിയ ഒരു അവസരമല്ലേ എന്ന് ഓർത്തിട്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് ഡേവിഡിൻ്റെ അടുത്ത് വന്ന്. ഡേവിഡ് ആണെങ്കിലും പിന്നെ ഒന്നും നോക്കിയില്ല, ഈ രഹസ്യങ്ങളെല്ലാം തന്നെ ആ കുട്ടിയോട് തുറന്നു പറയുകയും ചെയ്തു. ആ കുട്ടിയോടുള്ളൊരു വിശ്വാസത്തിന് പുറത്താണ് പറഞ്ഞതെങ്കിലും ആ കുട്ടി നമ്മുടെ ആദർശം കിരണും അയച്ച പെൺകുട്ടി ആയിരുന്നല്ലോ. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഡേവിഡ് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഒരക്ഷരം വള്ളി പുള്ളി പോലും തെറ്റാതെ അങ്ങനെ തന്നെ ആദർശിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. മൂർത്തിമുത്തച്ഛനോട് ഇത്രയും വലിയ ശത്രുത കാണിക്കുന്നത് നാഗേന്ദ്രനാണെന്നുള്ള കാര്യങ്ങളെല്ലാം അപ്പോഴാണ് നമ്മുടെ ആദർശനും കിരണിനും ഒക്കെ മനസ്സിലാകുന്നത്. നാഗേന്ദ്രൻ ആരാണെന്നുള്ള കാര്യങ്ങൾ കിരണിനും കല്യാണിക്കും അതുപോലെ നയനയ്ക്കും ഒന്നും വലിയ പിടുത്തമില്ല കേട്ടോ. അപ്പച്ചയുടെ ഭർത്താവ്, അപ്പോൾ ആദർശ് തന്നെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പച്ചയുടെ ഭർത്താവാണെന്നുള്ളതും കമ്പനിയിൽ ഇതുപോലെ തിരിമറി നടത്തിയതിൻ്റെ പേരിൽ മുത്തശ്ശൻ അയാളെ പുറത്താക്കുകയും ചെയ്തതാണെന്നൊക്കെ, പിന്നെ അയാൾ ദുബായിക്ക് പോയെന്നൊക്കെ പറയുന്നത് കേട്ടു, പിന്നെ അയാളെക്കുറിച്ച് ഒരു വിവരവും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ തന്നെ ആദർശ് പറയുകയാണ്. അവസാനം അയാൾ തിരിച്ചെത്തിയല്ലേ, മുത്തശ്ശനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുക അയാൾ. എന്തായാലും അയാളാണ് ഇതിൻ്റെ പിന്നിലെന്ന് മനസ്സിലാക്കാൻ നമ്മൾ എത്രയും വൈകി പോയല്ലോ എന്നൊക്കെ ഓർത്തിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ ആദർശ്. എന്തായാലും അയാളുടെ മുമ്പിൽ തോറ്റു മുട്ടുമടക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. എൻ്റെ മുത്തശ്ശൻ അയാളുടെ മുമ്പിൽ തോറ്റു പോകുന്ന കാണാൻ എനിക്ക് ഒട്ടും തന്നെ ആഗ്രഹമില്ല. അതുകൊണ്ട് നമ്മളിവിടെ അയാളെ തകർത്തേ പറ്റുള്ളൂ. അയാളുടെ എല്ലാ കള്ളക്കളികളും നമ്മൾ പുറത്തു കൊണ്ടുവരണം. വീണ്ടും തലയെടുപ്പോടെ തന്നെ മുത്തശ്ശൻ അനന്തപുരിയിലെ രാജാവായിട്ട് ഇരിക്കണം എന്നൊക്കെ തന്നെ പറയുകയാണ് ആദർശ്. അങ്ങനെ അവർ നാഗേന്ദ്രനാണ് ഇതിൻ്റെ പിന്നിലെന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും നാഗേന്ദ്രനെ തോൽപ്പിക്കാനുള്ള വഴികളൊക്കെ കണ്ടെത്തുകയാണ്. അങ്ങനെ തറവാട്ടിൽ നിന്ന് തന്നെ നാഗേന്ദ്രനെ ആരോ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അനി കണ്ടുപിടിക്കാൻ കേട്ടോ. ആബിക്കും നവിക്കും ഒന്നും എന്തായാലും ഇതിലൊരു പങ്കില്ലാന്നും അവരല്ല ഈ നാഗേന്ദ്രനെ സഹായിക്കുന്ന എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അനി മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ അവന്തിക കൂടെ കൂടെ പുറത്തു പോകുന്നതും അതുപോലെ അവന്തികയുടെ ആ ഒരു പെരുമാറ്റത്തിലെ മാറ്റങ്ങളും അവളുടെ ആ ഫോം വിളിയിലെ കാര്യങ്ങളും എല്ലാം തന്നെ നമ്മുടെ ദേവയാനിയും അതുപോലെ അനിയും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് അവന്തികയിലേക്ക് ഈ അന്വേഷണങ്ങളെല്ലാം എത്തുന്നത് കേട്ടോ. അവസാനം അവന്തിക ആരെയൊക്കെ ഫോൺ വിളിക്കുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടെന്നൊക്കെയുള്ളത് അറിയാൻ വേണ്ടിയിട്ട് തന്നെ അവന്തികയുടെ നമ്പർ നന്ദുവിന് കൊടുക്കുകയാണ് അനി. നന്ദു ആണെങ്കിലും അവളുടെ കോൾ ലിസ്റ്റൊക്കെ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് നാഗേന്ദ്രനെ ഫോൺ വിളിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് മനസ്സിലാവുകയാണ്. അപ്പം വീടിനകത്ത് ഇരുന്നുകൊണ്ട് തന്നെ ചാരപ്രവർത്തി ചെയ്യുന്നത് അവന്തികയാണെന്നുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുകയാണ് കേട്ടോ. പിന്നീട് അങ്ങോട്ടേക്ക് അവന്തികയുടെ പിന്നാലെയാണ് നന്ദു. അവന്തിക എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, ആരെയൊക്കെ കാണുന്നുണ്ട്, അവൾ ആരുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ നന്ദു കണ്ടുപിടിക്കുകയാണ്. പലപ്പോഴും ഒരു ഹോട്ടലിലേക്ക് കയറി പോകുന്നൊക്കെ ആയിട്ട് നമ്മുടെ നന്ദു കണ്ടുപിടിക്കാൻ കേട്ടോ. അങ്ങനെ നന്ദുവും അനിയും ആദർശും നയനയും കിരണും കല്യാണിയും ഇവരും എല്ലാവരുടെ കണ്ടുപിടിച്ച കാര്യങ്ങളെല്ലാം കൂട്ടിക്കിഴച്ച് അവസാനം മുത്തശ്ശൻ്റെ മുമ്പിൽ തന്നെ എല്ലാവരും ഈ രഹസ്യങ്ങളെല്ലാം തന്നെ പറയുകയാണ്. നാഗേന്ദ്രനാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്, നമ്മുടെ കുടുംബത്തെ തന്നെ തറ പറ്റിക്കാൻ നോക്കുന്നത്, നമ്മുടെ ജ്വല്ലറികളെല്ലാം നശിപ്പിക്കാൻ നോക്കുന്നത് നാഗേന്ദ്രനാണെന്ന് അവസാനം ആദർശ് തന്നെ മുത്തശ്ശന് മുമ്പിൽ തെളിയിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശൻ അവന്തികയെ ആ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. തരികിടയായ സ്വന്തം അച്ഛന് വേണ്ടിയിട്ട് ഈ കുടുംബത്തെ തന്നെ നീ ചതിക്കുകയായിരുന്നു അല്ലേടി എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ അവന്തികയെ അടിച്ച് പുറത്താക്കുകയാണ് മുത്തശ്ശൻ. അതേസമയത്ത് തന്നെ നമ്മുടെ നാഗേന്ദ്രനായിട്ടുള്ള പണികൾ മുത്തശ്ശൻ തുടങ്ങിക്കഴിഞ്ഞു. നാഗേന്ദ്രൻ്റെ പിന്നാമ്പുറ കഥകളും അതുപോലെ നാഗേന്ദ്രൻ ഇത്ര പെട്ടെന്ന് ഇതുപോലൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തതിൻ്റെ പിന്നിലെ ചതികളും എല്ലാം കണ്ടുപിടിക്കുകയാണ് നമ്മുടെ ആദർശൻ നന്ദു ഒക്കെ കൂടിയിട്ട്. അതിൽ വെച്ച് ചതിയിലൂടെയും തട്ടിപ്പിലൂടെയും ഒക്കെയാണ് അയാൾ ഇത് സ്വന്തമാക്കി എന്നുള്ളതെല്ലാം തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്.
അങ്ങനെ നാഗേന്ദ്രനാണ് ഈ ചതിക്ക് പിന്നിൽ പ്രവർത്തിച്ചെന്നുള്ളത് കണ്ടുപിടിക്കുന്നതോടൊപ്പം തന്നെ അയാളുടെ ബിസിനസ്സിലേക്ക് അയാൾ സ്വർണം ബൾക്കായിട്ട് എടുക്കുന്നതെല്ലാം കള്ളക്കടത്ത് സ്വർണ്ണങ്ങളാണെന്നും അതുപോലെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെയെല്ലാം പൈസ കൊടുത്ത് അയാൾ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ നാഗേന്ദ്രനെ പൂട്ടാനായിട്ട് തന്നെ ഈ കള്ളക്കടത്ത് സ്വർണത്തിൻ്റെ പേരിലും അതുപോലെ ടാക്സ് വെട്ടിപ്പിൻ്റെ പേരിലും ഒക്കെ ആയിട്ട് നന്ദു അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവസാനം ആദർശിൻ്റെ ഭാഗമൊക്കെ ക്ലിയർ ആക്കിക്കൊണ്ട് തന്നെ വീണ്ടും MD കസേരയിലേക്ക് ഇരിക്കാൻ തയ്യാറാവുകയാണ് ആദർശ്. മുത്തശ്ശൻ തന്നെ ആദർശിനെ തിരിച്ച് അനന്തപുരിയിലേക്ക് വിളിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചതിയിലൂടെ വെട്ടിപ്പിടിച്ചെടുത്ത് എല്ലാം തന്നെ നഷ്ടപ്പെടുകയാണ് നമ്മുടെ നാഗേന്ദ്രന്. മൂർത്തീസ് ജ്വല്ലറിക്കാണെങ്കിൽ നഷ്ടപ്പെട്ടു പോയ പ്രതാപവും പ്രശസ്തിയെല്ലാം തിരികെ കിട്ടുന്നുമുണ്ട്. അങ്ങനെ ജ്വല്ലറിയുടെ മോഡലായ നവ്യയ്ക്കും 8ന്റെ പണി തന്നെ കിട്ടിയിരിക്കുകയാണ് കേട്ടോ. വലിയ ആഡംബരവും അഹങ്കാരവും ആയിരുന്നല്ലോ, അതെല്ലാം ഇപ്പം അവസാനിച്ച് ഒതുങ്ങി കൂടി വീട്ടിൽ ഇരിക്കുകയാണ് നവ്യ. നവ്യക്കറിയാം ഇനിയും വെളച്ചിലെടുത്തിട്ടുണ്ടെങ്കിൽ തറവാട്ടിൽ തന്നെ പുറത്താവുന്നുള്ള കാര്യം. അങ്ങനെ അവസാനം അനന്തപുരി തറവാട്ടിൽ വീണ്ടും സന്തോഷവും സമാധാനം വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്